ചേട്ടൻ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനായി മാറിയ ഒരാളാണ് പി വി അൻവർ. പാർട്ടിയില്ല. ഒരു എന്താ പറയുക, ഒരു നേതാവെന്ന രീതിയിൽ അദ്ദേഹത്തിനെ പിന്തുടരുന്ന വലിയൊരു ഒരു സംഘടനാ പ്രാതിനിധ്യമുണ്ട് എന്നതിനേക്കാൾ ഉപരിയായി അവർക്ക് കേരള രാഷ്ട്രീയത്തിൽ വലിയ പശ്ചാത്തലമോ ബാക്കപ്പോ ഇല്ല. അറ്റ് ദ സെയിം ടൈം ഇയാൾക്ക് ഈ പറയുന്നത് പോലെയുള്ള ഒരു ക്രൗഡ് പുള്ളറല്ല. ഒരു തെരഞ്ഞെടുപ്പിൽ നിന്നാൽ ജയിക്കാനുള്ള സാധ്യതകളില്ലെങ്കിൽ പോലും ഒരു രാഷ്ട്രീയ നേതാവാകുന്നത് കൊടി പിടിക്കുന്ന രാഷ്ട്രീയം കൊണ്ട് മാത്രമല്ല, നിലപാടുകൾ കൊണ്ട് കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു നിലപാടുമില്ലാത്ത കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുപോലെ കറിവേപ്പിലയായ പി വി അൻവറിനെ പക്ഷേ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് കോൺഗ്രസ് ആണോ എന്നാണ് എനിക്കിപ്പോൾ സംശയം. നിങ്ങൾക്ക് കോൺഗ്രസിന്റെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ള നിലപാടുകൾ ഓരോന്നായി പരിശോധിക്കാം. അതിൽ വി ഡി സതീശനെ ഞാൻ പൂർണ്ണമായി പിന്തുണയ്ക്കും. വി ഡി സതീശൻ ഒഴികെയുള്ള ഒരു നേതാക്കന്മാരും, അത് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാൽ ആയിക്കോട്ടെ, രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, കെ സുധാകരൻ ആയിക്കോട്ടെ, എല്ലാവരും സംസാരിക്കുമ്പോൾ പി വി അൻവറിനെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. അങ്ങനെ ആരാണ് പറഞ്ഞത്? യു ഡി എഫ് പിണറായിക്കെതിരെയാണ്, പിണറായിസത്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വരുന്ന ഏത് വോട്ട് ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറയുന്ന നിലപാടില്ലാത്ത പി വി അൻവർ പോവുകയാണെങ്കിൽ പൊക്കോട്ടെ, അയാളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറയാൻ എന്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് പറ്റാത്ത? ശരത്, അത് അടിസ്ഥാനപരമായിട്ടും അൻവറിന്റെ ഒരു ചാഞ്ചാട്ടം കൊണ്ട് തന്നെ ആയിരിക്കാം. അൻവറിന് പ്രത്യേകിച്ച് ഒരു ഐഡിയോളജി, ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഇല്ല. അവർക്ക് എടുക്കണമെന്നുണ്ട്. സ്വതന്ത്രനായിട്ട് നിന്നതിൻ്റെ ഒരു ഗുണവും അത് മാത്രമല്ല സിറ്റിംഗ് എം എൽ എ ആയിരുന്ന അൻവറിന് കുറച്ച് പ്രാധാന്യം കിട്ടുമെന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയാണ് നമ്മളൊരു ഒരു കൂട്ടായ്മയുടെ ഒരു യോജിപ്പ് കൃത്യമായി വരുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടി കാണുന്നത്. ഇടതുപക്ഷം പിണറായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിണറായിയെ വിമർശിച്ചതിന്റെ പേരിൽ പൂർണ്ണമായിട്ടും കൈയൊഴുങ്ങി കളഞ്ഞു അൻവറിന്. പിന്നെ അടുത്തുള്ളത് യു ഡി എഫ്. സ്വാഭാവികമായിട്ടും അൻവറിന് ഒരു അഡ്രസ്സ് വേണം. അപ്പം ആ അഡ്രസ്സിൽ യു ഡി എഫിലേക്ക് നിന്നാൽ ലീഗിന്റെ അടക്കം സപ്പോർട്ട് കിട്ടുമെന്നെല്ലാം പ്രതീക്ഷിച്ച് അൻവർ അവിടേക്ക് പോകുന്നു. പക്ഷേ അവിടെ ആയാൽ പോലും ഒരു വിഭാഗം അൻവറിനെ വലിയ രീതിയിൽ എതിർക്കുന്നുണ്ട്. അൻവർ വന്നു കഴിഞ്ഞാൽ ഒട്ടകത്തിന്റെ സ്ഥലം കൊടുത്ത പോലെയാവും കാര്യങ്ങളെന്ന് വിചാരിക്കുന്നവരുണ്ട്. അതായത് അൻവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കടന്നൽ പോലെയാണെന്ന് പറയാം. മൊത്തത്തിൽ അങ്ങ് അഴിച്ചു പണയും. പിന്നെ പ്രത്യേകിച്ച് സ്ഥാനം വേണം, വിലപേശലുകൾ, ഡിമാൻഡുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വരുമ്പോൾ തന്നെ ഓരോരുത്തരും അവരുടെ കാര്യങ്ങൾ, കോൺഗ്രസിൽ എപ്പോഴും കൂട്ടായ്മ ഉണ്ടെന്ന് പറയുമ്പോഴും സ്വാർത്ഥ താല്പര്യങ്ങളാണ് അവർ കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. അപ്പം വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നോക്കുമ്പോൾ അൻവർ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതും കൃത്യമായിട്ട് അതുകൊണ്ട് തന്നെ ആദ്യമേ പറഞ്ഞു അൻവറിന് സീറ്റില്ല എന്നുള്ള രീതിയിലായിരിക്കും പേഴ്സണലി പറയുന്നത്. പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിൽ അൻവർ വന്ന് പറയുമ്പോഴാണ് അൻവറിന്റെ അരിശം എത്രത്തോളം ഉണ്ട് സതീശനോടെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ സതീശന് പോലും കൃത്യമായ ഒരു ഉത്തരം പറയാൻ പറ്റുന്നില്ല. ഇന്നലെ പറയുന്നത് തന്നെ എന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഇപ്പൊ ശ്രദ്ധാപൂർവം കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ആർക്കും മുറിവേൽക്കാതിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല ആകട്ടെ, കെ സി വേണുഗോപാൽ ആകട്ടെ, ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ആകട്ടെ, അവരെല്ലാം തന്നെ വ്യക്തമായൊരു നിലപാട് പറയുന്നത് കൊള്ളാതെയും തള്ളാതെയുമുള്ള രീതിയിലുള്ള നിലപാടുകളാണ് അവരറിയിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും താഴേക്കിടയിലുള്ള പ്രവർത്തകർക്ക് ആശങ്കയുണ്ടാകുന്നു. നമ്മളിപ്പോ അൻവറിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കണോ, അതോ അൻവറിനെതിരെ പോസ്റ്റ് ഇടണോ? അങ്ങനെ അതാണ് ആ ഒരു അവസ്ഥയിലേക്ക് അവർ തിരിഞ്ഞിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ നോക്കുമ്പോഴാണ് നമുക്കൊന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥിയായിട്ട് വന്ന കെ പി സി സി മെമ്പറായ ജെ എസ് അഖിൽ പോലും പറഞ്ഞത് അത്തരത്തിലൊരു ആരോപണമാണ്. അവിടെ അൻവറിനെ തള്ളണമോ കൊള്ളമോ എന്ന് ചോദിച്ചാൽ അവിടെ കൃത്യമായ ഉത്തരം വരുന്നില്ല. അൻവർ പിണറായി സത്തെ തോൽപ്പിക്കാൻ അൻവർ വേണമെന്ന് പറയുന്നുണ്ട്. അതായത് പിണറായിക്കെതിരെ ആയതുകൊണ്ട് അൻവറിനെ കൂട്ടാം. അതേസമയം അൻവറിനെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഡിമാൻഡുകൾ അല്ലെ അദ്ദേഹം വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് ഇതിപ്പോ കോൺഗ്രസിനുള്ളിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും അൻവറിനെ പിന്നെ എന്ത് പറയാനാണ്, പൂർണ്ണമായിട്ടും എടുക്കേണ്ടതില്ല എന്നുള്ള. അപ്പൊ അങ്ങനെ ആകെ കൂടി നമുക്കൊരു വ്യക്തമില്ല. അതിനർത്ഥം കോൺഗ്രസിന് വിജയിക്കുമെന്ന കാര്യത്തിൽ അവർക്ക് പ്രതീക്ഷയില്ല, ഉറപ്പില്ല എന്നല്ലേ? അൻവർ തന്നെ പറഞ്ഞത് അതാണ്. ഇപ്പോൾ അൻവർ ഇല്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കാമെന്ന് കരുതേണ്ട, അങ്ങനെ പറയുന്നത് തന്നെ ആലോചിച്ച് നോക്കൂ. അൻവർ തുടക്കം മുതൽ തന്നെ ആര്യാടൻ ഷൗക്കത്തിനെതിരെ ബഹളം വെക്കുന്നു. എന്താണ് പി വി അൻവർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട, നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ നിരന്തരമായി ആക്രോശിക്കുന്ന, യു ഡി എഫ് 24 മണിക്കൂറിനുള്ളിൽ തെരഞ്ഞെടുത്ത സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് തോറ്റുപോകുമെന്ന് പറയുന്ന ഒരാളെ എന്തിനാണ് യു ഡി എഫിന് എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പോൾ അതിന് പ്രധാനമായിട്ടും കോൺഗ്രസിന്റെ ഒരു രീതിയെക്കുറിച്ച് പറയണം. അത് ഏറ്റവും വിമർശിക്കേണ്ട ഒരു രീതി തന്നെയാണ്. സി പി എമ്മിനൊക്കെ അറിയാം എത്ര ഒരു വീട്ടിൽ നിന്നും എത്ര വോട്ട് കിട്ടും, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ ഒരു ബൂത്തിൽ നിന്ന് എത്ര വോട്ട് കിട്ടുന്നവർക്ക് കൃത്യമായ ധാരണയുണ്ട്. പാർട്ടി വോട്ടുകൾ ചോർന്നു പോകാതെ നോക്കാനും അതിന് വേണ്ടുന്ന എന്ത് തരത്തിലുള്ള സാമുദായികമായ ഇക്വേഷൻസ് ഉണ്ടാക്കണമെങ്കിൽ അവരത് ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷേ കോൺഗ്രസിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് ഈ ഭിന്നിപ്പിച്ച് ഭരിക്കൽ ടെക്നോളജി ഭയങ്കരമായി ആസ്വദിക്കുന്ന ആളുകളാണ് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ. വിഭിന്ന ഘടകകക്ഷികൾ ഇങ്ങനെ കൂട്ടി ഒട്ടിച്ച അവസ്ഥയിൽ മാത്രമാണ് നിൽക്കുന്നത്. അവർക്ക് എപ്പം വേണമെങ്കിലും വിട്ടുപോകാവുന്ന സിറ്റുവേഷനുമുണ്ട്. ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെ SDPI കോൺഗ്രസിന് ചേർന്ന് നിന്നുകൊണ്ട് വോട്ടുകൾ മറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അന്ന് ഇടതുപക്ഷം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം,
വർഗീയവാദികളുടെ വോട്ട് വരെ വാങ്ങിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുന്നത് പറയുന്നത്. സത്യത്തിൽ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്ന സമയത്ത് കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടത് കോൺഗ്രസ് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ്. ഇനി പിണറായി സമാജത്തിനെതിരെയാണ് ഇവർ, അല്ലെ മരുമോനസത്തിനെതിരെയാണ് ഇവർ സംസാരിക്കാൻ പോകുന്നത്, ആ രാഷ്ട്രീയം പറയൂ, കോൺഗ്രസിന്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയൂ, അല്ലെങ്കിൽ ഇതിന് മുൻപുണ്ടായിരുന്ന MLA അവിടെ ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയൂ, നിലമ്പൂരിന്റെ വികസന സാധ്യതകളെക്കുറിച്ച് പറയൂ, എന്താണ് ഭരണപരമായ സ്തംഭനാവസ്ഥ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ, രാഷ്ട്രീയമല്ലേ ചർച്ച ചെയ്യേണ്ടത്. ഇത് കാണുന്ന ഒരാളെ സംബന്ധിച്ചു ഇപ്പോൾ തുടക്കത്തിൽ ഈ VD സതീശനൊക്കെ വളരെ വ്യക്തമായ നിലപാട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായി അവരോട് ബഹുമാനമാണ് തോന്നിയത്. ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായി PV അൻവറുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചകളെല്ലാം നിരന്തരമായി ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിലെല്ലാം വരുന്ന കോൺഗ്രസ് നേതാക്കളും ഞങ്ങൾക്ക് PV അൻവറിനോട് പ്രശ്നമില്ലല്ലോ, അപ്പൊ നിങ്ങൾ അവരെ എടുക്കുവോ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, അപ്പോൾ നിങ്ങൾ എടുക്കില്ലേ, അങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ലേ, എന്താണ് നിലപാടെന്നോ. അതായത് 10 വോട്ടെങ്കിലും PV അൻവറിന്റെ കാല് പിടിച്ച് കിട്ടിയാൽ പോലും എന്നാൽ ആ വോട്ട് ഞങ്ങൾക്ക് ഇരിക്കട്ടെ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം നിലപാടാണ്. പക്ഷേ ഇതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയമായ നിലപാടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മള് നേരത്തെ പറഞ്ഞ ഷൗക്കത്തിനെ ആദ്യ സ്ഥാനം ഇപ്പോൾ ആദ്യമായിട്ട് തന്നെ ഒരു ശങ്കയുമില്ലാതെ എടുത്തപ്പോൾ തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കോൺഗ്രസിൽ. നമ്മളെല്ലാം അതിനെ പ്രശംസിച്ചതുമാണ്. അതേസമയം ഷൗക്കത്തിനെയും തുണച്ച് അതുപോലെ തന്നെ ഒരു വശത്ത് അൻവറിനെയും കൂടി കയ്യിലെടുക്കാമെന്നുള്ള രീതിയിലുള്ള ഒരു കോൺഗ്രസ് തീരുമാനം ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും അതായത് ഷൗക്കത്തിനെയും ഇതുപോലെ തന്നെ അൻവറിനെയും കൂടെ കൂട്ടിമുള്ള ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു മത്സരത്തിനായിരിക്കും അവർ ശ്രമിച്ചത് കോൺഗ്രസ്. പക്ഷേ അതിനിവിടെ അത് വില പോയില്ല. അതിനാണ് കൃത്യമായിട്ട് VD സതീശൻ അതൊരു ഫാക്ട് അവിടെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ശക്തമായ നിലപാട് അവിടെ വന്നത്. പക്ഷേ മറ്റൊരു വശത്ത് നോക്കുമ്പോഴത്തേക്കും ഇനിയിപ്പം ഇടതുപക്ഷത്ത് നോക്കുക, അവരെ നമുക്ക് കുറ്റം പറയില്ല. അവർ വെട്ടൊന്ന് മുറി 2 ലൈനാണ് എടുത്തത്. M സ്വരാജിനെ എടുത്തു. അവിടെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ ചുണയുണ്ടെങ്കിൽ സ്വരാജിനെ ഇറക്കുന്നുണ്ട്, അവരെ ഇറക്കി കഴിഞ്ഞു. അവരുടെ നിലപാട് അവരെ പറഞ്ഞു കഴിഞ്ഞു. M സ്വരാജിനെ ഇറക്കിക്കൊണ്ടും കൃത്യമായ രാഷ്ട്രീയ നിലപാട് പറഞ്ഞുകൊണ്ടും ഒരു രാഷ്ട്രീയ നിലപാടുള്ള കോൺഗ്രസിന്റെ ഈ നാടകക്കളി കാണുമ്പോൾ ആ പോളറൈസേഷൻ ഏറ്റവും കൂടുതൽ മുതലാക്കി വോട്ട് പിടിക്കാൻ സ്വരാജിനോട് സാധിക്കും എന്നുള്ളതാണ്. അതായത് അപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകൾ ഒരു പ്രധാന പ്രത്യേകത, 2 മുന്നണികൾ, അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 മുന്നണികൾ തമ്മിലുള്ള യുദ്ധമായിരിക്കും ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നത്. അതിന് BJPക്ക് പോലും നിലവിൽ ഇതുവരെയും പ്രത്യേക റോളുകളൊന്നും ഉണ്ടായിട്ടില്ല. നിർണായക ഘട്ടങ്ങളായത് പാലക്കാട് തെരഞ്ഞെടുപ്പിലൊക്കെയാണ്. അവിടെയും 2 മുന്നണികളാണ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം ഘട്ടങ്ങളിൽ ആളുകൾ നോക്കുന്നത്, നമ്മളെപ്പോലുള്ള സാധാരണക്കാർ നോക്കുന്നത് എന്താണ്, കോൺഗ്രസിന്റെ നിലപാട് എന്താ, അടിയുറച്ചൊരു നിലപാടുണ്ടോ, PV അൻവറിനെ പോലെ ഒരു ക്രൗഡ് പുള്ളറുമല്ലാത്ത എന്തൊക്കെയാണ് ചാനലിൽ അല്ലെങ്കിൽ വാർത്താ സമ്മേളനം, എൻ്റെ കയ്യിൽ 60 രൂപ പോലും ഷർട്ട് തേക്കാൻ കൊടുക്കാനില്ല, 3 തവണ ദിവസം ഷർട്ട് മേടിച്ചു മാറ്റിക്കൊണ്ടിരുന്ന എനിക്കിപ്പം അങ്ങനെ ഒരു ഗതിയില്ല. അതുപോലെ തന്നെ എനിക്ക് പണ്ട് മുതലാളിമാരൊക്കെ കൂട്ടുകാരുണ്ടായിരുന്നു, കോഴീശ്വരനായിരുന്നു ഞാൻ, എൻ്റെ ഇനിയിപ്പോൾ പൈസ എടുക്കാനില്ല, തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാൻ കാശില്ല. ഇതെന്താണ്? ഇതൊരു പാപ്പർ കാർഡ് ഇറക്കി ഒരു സെന്റിമെന്റ്സ് പിടിച്ച് ആ രീതിയിലേക്ക് പോകാനായിരിക്കും. അതായത് സെന്റിമെന്റ്സിനൊന്നും ഇവിടെ വില പോകുമെന്ന് തോന്നുന്നില്ല. ആളുകൾക്കിടയിൽ എപ്പോഴും പരമ്പരാഗതമായ കുറച്ച് വോട്ടുകൾ അവർ വിശ്വസിക്കുന്നവരുണ്ട്. UDF-ലായാലും LDF-ലായാലും പോകുന്ന അങ്ങനത്തെ വോട്ടുകളുണ്ട്. അതിന് വഴിതിരിച്ച് ഇനി വീണ്ടും അൻവറിലേക്ക് സ്വാധീനമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല അൻവറിന്. പക്ഷേ അപ്പോഴൊക്കെ അൻവറിന് ഒരു വ്യക്തമായ ഒരു അഡ്രസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്നു, അൻവർ നിന്നു, ജയിച്ചു, അങ്ങനെയുണ്ട്. പക്ഷെ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെ അല്ല. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു നാടകം കളിക്കുന്നത് തന്നെ ഇപ്പൊ ഇലക്ഷന് മുന്നോടിയുള്ള ഗിമിക്സ് ആണ്. ഇപ്പം മത്സരിക്കാനില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നു? എന്തുകൊണ്ട് സ്വതന്ത്രനായിട്ട് നിൽക്കുന്നില്ല? ആര്യാടൻ ഷൗക്കത്തിനെ ഇറക്കി കഴിഞ്ഞാൽ സ്വതന്ത്രനായിട്ട് നിൽക്കുമെന്ന് പറയുന്നു. അതിൽ UDF-ലേക്ക് തൃണമൂലിനെ പരിഗണിച്ചില്ലെങ്കിൽ സ്വതന്ത്രനായിട്ട് നിൽക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പോഴും അൻവറിന്റെ സ്റ്റാൻഡ് ക്ലിയർ അല്ല. നമ്മൾ കോൺഗ്രസിനെ പറയുമ്പോൾ തന്നെ അൻവറിനെ പറയുന്നു. അൻവറിന് എന്തെങ്കിലും ഒരു ഐഡിയോളജി വേണ്ടേ? ഇപ്പോൾ ഇപ്പം ആര് വിളിച്ചാലും പോകുന്ന നിലപാടിലേക്ക് പോകുമ്പോഴത്തേക്കും എന്ത് കണ്ട് വിശ്വസിക്കും? ഓരോ മിനിറ്റ് വെച്ചും ഇങ്ങനെ നിലപാട് മാറുന്നു, പറയുന്ന കാര്യങ്ങൾ മാറുന്നു. ഒരു സമയത്ത് സതീശനെ പുകഴ്ത്തുന്നു, മറുസമയത്ത് കുറെ കഴിഞ്ഞിട്ട് സതീശനെ വിമർശിക്കുന്നു. അവിടെ നമുക്ക് ഇതിനകത്ത് തന്നെ വ്യക്തമായിട്ടൊരു പൊളിറ്റിക്സ് അദ്ദേഹത്തിൽ ഇല്ല എന്ന് വ്യക്തമായി കഴിയും. അപ്പോൾ സാധാരണ ആളുകൾ ചിന്തിക്കുന്നത് എന്താണ്? ഇപ്പൊ നേരത്തെ മനുജ പറയുമ്പോൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് ഈ ഇടതുപക്ഷത്തേക്ക് വോട്ട് ചെയ്യാമെന്ന് കരുതിയാൽ അതിൽ തെറ്റൊന്നും ഇല്ലാന്ന് പറയും. നമ്മൾ അത്ഭുതപ്പെടാനും ഇല്ലാന്ന് പറയേണ്ടിയിരിക്കുന്നു.